ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കേക്ക് അനുഭവങ്ങൾ, ഞാൻ എങ്ങനെ ഒരു ഹോം ബേക്കറായിട്ട് ചെറിയ രീതിയിലെങ്കിലും എനിക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഞാൻ അതിൻ്റെ സ്റ്റാർട്ടിങ് ജേർണി എങ്ങനെയായിരുന്നു, അതിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു, അതൊക്കെ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം എന്ന് തോന്നി. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഫോമിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാൻ എൻ്റെ കേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ ടൈമിലാണ്. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ആകെ നമുക്ക് മനസ്സിന് അസ്വസ്ഥത നിറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു അല്ലേ. എവിടെ നോക്കിയാലും ഭയങ്കര നെഗറ്റിവിറ്റി കൂടുതലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് നമുക്ക് കൂടുതലും ഈ കേക്കിൻ്റെയൊക്കെ ഇതിലോട്ട് ആളുകൾ വന്നതും. അതേപോലെ തന്നെയാണ് ഞാനും ഈ ഒരു ടൈമിൽ നമ്മൾ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്നൊരാഗ്രഹം, പലരും ഉണ്ടാക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമുക്കും തോന്നി ഉണ്ടാക്കണം എന്ന്. അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം ഇത് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പം ഞാനും ഇതേപോലെ സെർച്ചിങ് ആയിരുന്നു, ഫുൾ ടൈം സെർച്ചിങ് ആണ്. വീഡിയോസ് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, അങ്ങനെ എല്ലാ ഭാഷയിലുള്ള വീഡിയോസ് ഞാൻ കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ മനസ്സ് ഫുൾ നല്ല ഒരു കേക്ക് ഉണ്ടാക്കണം, ഇവരുണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം, സെയിൽ ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹത്തിൽ നമ്മൾ ഓരോരോ വീഡിയോസായിട്ട് കാണാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ കുറേ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ഉണ്ടാക്കാനായിട്ടൊരു തുടക്കക്കാരിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിലും കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അത്യാവശ്യം ഐറ്റംസൊക്കെ ഞാൻ വാരി കൂട്ടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ. ഈ ആഗ്രഹം ഇങ്ങോട്ട് കൂടിയിട്ട് ഇപ്പം ഞാൻ റെഡിയാക്കി തരുന്നുള്ള രീതിയിലെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാങ്ങിച്ച സമയത്തൊക്കെയാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെയാണെങ്കിൽ എല്ലാവരും പറയും, ഇത്രയൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് നീ എന്താ ബിസിനസ് തുടങ്ങാൻ പോവുകയാണെന്ന്. അപ്പോഴൊക്കെ കട്ടയ്ക്ക് എൻ്റെ കൂടെ നിന്നത് എൻ്റെ ചേട്ടനാണ്. ചേട്ടൻ പറയും, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നീ വാങ്ങിച്ചോ എന്നും പറഞ്ഞ് ഫുൾ സപ്പോർട്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ യൂട്യൂബിലൊക്കെ തന്നെ കണ്ട് ഞാൻ കുറേ ഐറ്റംസ് വാങ്ങിച്ചു. പക്ഷേ തുടക്കക്കാരിക്ക് പല ഐറ്റംസും ഇതിൽ അത്യാവശ്യം ആവശ്യമില്ലാത്തതാണ് കേട്ടോ, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ ഉദ്ദേശിച്ചതൊന്നും, എൻ്റെ മനസ്സിലുണ്ടായ ഒരു കേക്ക് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആക്ച്വലി വന്ന കേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ മനസ്സിലായല്ലോ, അത് ഫുൾ കംപ്ലീറ്റ് ഫ്ലോപ്പായിരുന്നു ആ കേക്കെന്ന് മാത്രമല്ല, ഞാൻ തുടരെ ഉണ്ടാക്കിയ പല കേക്കുകളും പല പ്രശ്നങ്ങളായിരുന്നു. ഒന്നെങ്കിൽ പൊങ്ങി വരില്ല, അല്ലെങ്കിൽ വിണ്ട് കീറും, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മണം വരും, അല്ലാന്നുണ്ടെങ്കിൽ വായിൽ വയ്ക്കാൻ കൊള്ളില്ല. ഇങ്ങനെ ഇരുന്ന് വീണ്ടും ഞാനിത് എങ്ങനെയെങ്കിലും പഠിക്കണം, പെർഫെക്ഷൻ വേണം, എല്ലാ തരത്തിലും ടേസ്റ്റിലും ഡിസൈനിലും ഒക്കെ വേണമെന്നും പറഞ്ഞ് ഞാൻ വീണ്ടും സെർച്ച് ചെയ്യാൻ തുടങ്ങി. വീണ്ടും യൂട്യൂബ് വീഡിയോസ് കാണാൻ തുടങ്ങി. എനിക്കിഷ്ടപ്പെട്ട കുറേ ചാനലുകൾ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഞാൻ ഒരുവിധം റെഡിയായി അത്യാവശ്യം നല്ല രീതിയിൽ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം ഞാനത് മറ്റുള്ളവർക്കിങ്ങനെ ആദ്യ സമയത്തൊക്കെ ഞാനിങ്ങനെ ഗിഫ്റ്റായിട്ടും ഫ്രീ ആയിട്ടും ഒക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് ഉണ്ടാക്കാനുള്ള പാഷൻ ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. ഉണ്ടാക്കാനുള്ളൊരവസരം കിട്ടി അത്രയും നല്ലത്. എത്ര തിരക്കിൻ്റെ ഇടയിലും ഞാനത് ഉണ്ടാക്കാൻ വില്ലിങ്ങായിരുന്നു, തയ്യാറായിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാണ് ഞാൻ ഇന്ന് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലെങ്കിലും കേക്ക് ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്നോട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനേക്കുള്ള യാത്രയിലോട്ടുള്ള തുടക്കമായിട്ട് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഓരോരോ കേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങൾ റെഗുലറായിട്ട് വീഡിയോസ് കാണുക. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോരോ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. താങ്ക് യു.